ഭാവിയുടെ ദിവസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഈ ദൈവജന ഭാഗം നമ്മൾ വളരെ ധ്യാനത്തോടുകൂടി പ്രാർത്ഥിച്ചാല് ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. പെട്ടെന്ന് ഈ വാക്യം വായിച്ചും കൊണ്ട് മനസ്സിലാകുന്നില്ല എങ്കിലും നിങ്ങൾ ഈ പുസ്തകത്തിന്റെ ഈ അധ്യായത്തിന്റെ ആദ്യം മുതൽ വായിക്കണം. പ്രൈസ്. ആദ്യം മുതൽ വായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദാവീദ് ജീവിതത്തിൽ അതിഭയാനകമായ ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ നടുവിൽ ദാവീദും തന്റെ കൂടെയുള്ളവരൊക്കെ ബലമില്ലാതെ വണ്ണം കരഞ്ഞു എന്നാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഹല്ലേലൂയ ദാവീദ് ദൈവാലോചന പ്രാപിച്ചുകൊണ്ട് തന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തിയെ ദൈവം ദാവീദിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ആ വ്യക്തിയിലൂടെയാണ് ദാവീദിന് മുന്നോട്ടുള്ള മാർഗത്തിന്റെ വഴി തെളിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. ഞാൻ പ്രാരംഭത്തിൽ ആ ഭാഗം പറഞ്ഞത്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ശ്രോതാവേ, ഞാനും നിങ്ങൾ ഇതേപോലെയുള്ള ചില സാഹചര്യങ്ങളുടെ കടന്നു പോകേണ്ടി വന്നാൽ, കടന്നു പോയിട്ടുള്ളവരുണ്ട്. ദൈവം 30-ാം അധ്യായം വായിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ദൈവിക ഇടപെടലുകൾ അപ്രത്യക്ഷമായ സമയങ്ങളിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ കഷ്ടതയുടെ തീച്ചുകൾ എന്നൊക്കെ പറഞ്ഞത്, കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയങ്ങളിൽ, നിങ്ങൾ അറിയാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ രംഗത്ത് വന്നാൽ അത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഇതുതന്നെയാണ് ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദാവീദ് ചോദിക്കുന്നത്, ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാം. ചില നിബന്ധനകൾ അവൻ പറഞ്ഞു. ആ വ്യക്തി ആരാണെന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അമാലേക്കർ സിക്ലാഗിനെ നശിപ്പിക്കുന്ന ചരിത്രം ഇങ്ങനെ എഴുതിയ ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ഹല്ലേലൂയ. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ഹല്ലേലൂയ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ദാവീദിന്റെ ജീവിതത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ നമ്മൾ വായിച്ചപ്പോൾ, ജസ്രീൽക്കാരി അഹിനോഹം, കർമ്മിക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെ അവർ പിടിച്ച് കൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ഈ മനുഷ്യനിപ്പം ജീവിതത്തിൽ ഒന്നുമില്ല, കരയുവാൻ പോലും ബലമില്ല. അത്രമാത്രം കഷ്ടത്തിൽ ഈ ദാവീദ് എത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയാൽ ധൈര്യപ്പെട്ടു. എല്ലാവരുടെയും മക്കളും ഭാര്യമാരും അവർക്കുണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ആ സങ്കടം നമുക്കെങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും? ഹല്ലേലൂയ. നിസാരം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ നമ്മുടെ പേഴ്സിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണമാകട്ടോ, നമ്മൾ എത്രമാത്രം സങ്കടപ്പെടും, നമുക്ക് എത്രമാത്രം വേദനയുണ്ടാകും. പ്രൈസ്. നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരും 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ദ്രഹ്മ, അല്ലെങ്കിൽ കാണാതെ പോയ ആട്, കാണാതെ പോയ പുത്രൻ,
അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന പോലെ ഇവിടെ ദാവീദിനും ഹല്ലേലൂയ വളരെ സങ്കടകരമായ അനുഭവമാണ്. കാണാതെ പോയതിനെ അഥവാ നഷ്ടപ്പെട്ടതിനെ തിരിഞ്ഞു പിടിക്കുവാൻ അല്ലെ കണ്ടുപിടിച്ച് മടക്കിക്കൊണ്ടുവരാനുള്ള ആഗ്രഹം ദാവീദിന്റെ ഉള്ളിൽ വരികയാണ്. ദാവീദ് നഷ്ടമായത് മുഴുവൻ വീണ്ടും കൊള്ളുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവസന്നിധി ആലോചനയ്ക്കിരിക്കുകയാണ്. രക്തം ചെയ്യണം. അതാണ് 1 ശമൂവേൽ 30-ാം അധ്യായം 7 തൊട്ടുള്ള വാക്യം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഭാഗം വായിക്കാം. ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചതിന്, പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും നീ വീണ്ടും കൊണ്ടുവന്ന് ദൈവാലോചന അബ്യാഥാർ പുരോഹിതനോട് ദാവീദ് പ്രാപിക്കുക. നമ്മൾ വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ, പീഡകൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, മാനാപമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ നാം വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴേ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ആലോചന ചോദിക്കണം. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്യാത്തതും ഞാൻ അറിയാത്തതുമായ ചില ദോഷപ്രവൃത്തികൾ എന്റെ മേൽ ഈ ദേശക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഈ ദേശത്ത് വന്നിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ കൂടി എന്റെ മേൽ അടിച്ചേൽപ്പിച്ച് എന്നെ ദോഷത്തിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനമൊക്കെ എൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങിപ്പോയി. അതെ, നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കണം. നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ നിന്നെ നശിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നിന്നെ നിർമൂലനം ചെയ്യുവാൻ പിശാച് നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചാൽ ശത്രുവിന്റെ നാശം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഈ പരീക്ഷയെ പിന്തുടരണമോ? കർത്താവ് പറഞ്ഞു, നീ പിന്തുടര, നീ മുഴുവൻ വീട്ടുകൊള്ളും. അതെ, നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ദാവീദിന് നഷ്ടപ്പെട്ടതിന് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സുവിശേഷം മുഖാന്തരം, യേശു മുഖാന്തരം നിനക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ മടക്കിത്തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കും. ദാവീദേ, നിന്നെ വിളിച്ച യഹോവ വിശ്വസ്തൻ. അതുകൊണ്ട് നിന്റെ ഭാര്യമാരും മക്കളും നിന്റെ കൂടെയുള്ളവരുടെ ഭാര്യമാരും പുത്രിപുത്രന്മാരും ഒക്കെ നഷ്ടപ്പെട്ടാലും, നിനക്കുള്ളത് മുഴുവൻ അമാലിയക്കാരെ കൊള്ളയടിച്ചു കൊണ്ടുപോയാലും അതിനെ മടക്കി തരുവാൻ ഞാൻ വിശ്വസ്തനാണെന്ന് ദാവീദിന് ഉറപ്പ് കിട്ടി ദൈവത്തിൽ നിന്ന്. നമുക്കും അതേ ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഞാനും ദൈവത്തിന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിനുള്ള പകരം നിന്റെ കയ്യിലാണ്. എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എനിക്ക് അവരോട് നേരിടാൻ കഴിയത്തില്ല. അങ്ങനെ അയച്ച, അങ്ങനെ ദേശത്താക്കി വെച്ച ശുശ്രൂഷകനാണ്. അവരെ പോലെ ആകാൻ എനിക്ക് പറ്റത്തില്ല, അവരെ പോലെ പറയാൻ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അത് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. സുവിശേഷം മുഖാന്തരം നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പലരും ശ്രമിക്കും. പക്ഷേ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. കാണാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ നിന്നെ കെട്ടിച്ചമയ്ക്കാൻ സൂട്ടാൻ ഒരുങ്ങുമ്പോൾ, സാത്താൻ ശക്തി ഒരുങ്ങുമ്പോൾ അതിനെതിരെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് 68-ാം സംഗീതം 1-ാം വായിക്കുന്ന പോലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നത്. നിനക്ക് നേരെ എഴുന്നേറ്റ ശത്രുക്കളെ, നിനക്ക് നേരെ അപമാനങ്ങൾ കൊണ്ടുവന്ന് നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ശത്രുക്കൾ ചിതറിപ്പോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സമയമായി. രക്തം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിക്ലാഗിനെ ദാവീദ് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദാവീദിന്റെ കൺമുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഫെലിസ്ത്യ സൈന്യത്തോട് ചേരാതെ സിക്ലാഗിലേക്ക് മടങ്ങി വന്ന ദാവീദും അവന്റെ അനുയായികളും കണ്ട കാഴ്ച ദയനീയമായിരുന്നു. ഹല്ലേലൂയ. ദാവീദ് സൈന്യവും അവിടെ നിന്ന് പോയ സമയം അമാലേക്കർ വന്ന് സകല ജനത്തെയും വസ്തുവകകളെയും പിടിച്ചുകൊണ്ടു പോവുകയും പട്ടണം തീവച്ച് ചുട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ദാവീദിന്റെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും അടിമകളായി കൊണ്ടുപോയിരുന്നു.
അതുമൂലം അവനുള്ള ദുഃഖവും ഭീതിയും അതികഠിനമായിരുന്നു. അത് മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിൽ വളരെ ദുഃഖവും ഹല്ലേലൂയ വളരെ ഭീതിയും അവന്റെ മേൽ വന്നു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്നത്, എങ്കിലും ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അബ്യാഥാർ പുരോഹിതനിൽ കൂടി ദൈവത്തിന്റെ വ്യക്തമായ നിർദ്ദേശം ദാവീദിന് ലഭിച്ചു. അത് കഷ്ടം വരുമ്പോൾ നമ്മൾ അതിൽ കണ്ടിട്ട് ഭയപ്പെട്ടു പോകരുത്. ദൈവസന്നിധി ഇരിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് ഇവിടുന്ന് ആത്മശക്തി തരും. ഇവിടെ അത് തന്നെയാണ്. അബ്യാഥാർ പുരോഹിതനെ ദാവീദ് വിളിച്ചു വരുത്തി ദൈവത്തിന്റെ ആലോചന ചോദിച്ചപ്പോൾ ദൈവം ദാവീദിന് വീണ്ടുന്ന അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് അബ്യാഥാർ പുരോഹിതൻ ദൈവത്തിന്റെ വ്യക്തമായ നിർദ്ദേശം ദാവീദിന് ലഭിച്ചതിനാൽ അവൻ അമാലേക്കിനെ പിന്തുടരുകയും അവർക്കെതിരെ ഒരു വലിയ വിജയം നേടുകയും ചെയ്തു. അമാലേക്കെതിരെ വലിയ വിജയം നേടി. ദാവീദിന് നഷ്ടപ്പെട്ടത്, കൂടെ ഉണ്ടായിരുന്നവർക്ക് നഷ്ടപ്പെട്ടതിനെ എല്ലാം മടക്കി കൊണ്ടുവരുവാൻ, മാത്രമല്ല അമാലേക്കരുടെ വലിയൊരു സമ്പത്തും കൂടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞുവെന്നിട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവർക്കെതിരെ ഒരു വലിയ വിജയം, അല്ലെങ്കിൽ അമാലേക്കർ വലിയ വിജയം ദാവീദിന് കൊടുത്തു. ഇസ്രായേലിലെ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടിപ്പോന്ന ചിലരും ദാവീദിനെ അപ്പോൾ സഹായമായി തീർന്നു. ഹല്ലേലൂയ. എല്ലാ യുദ്ധ തടവുകാരെയും അവർക്കുണ്ടായിരുന്ന സകലത്തെയും വീണ്ടെടുത്ത്, കൂടാതെ അമാലേക്കരിൽ നിന്നും ഹല്ലേലൂയ വളരെയധികം കൊള്ളയും ലഭിക്കാനിടയായി. കൊള്ളയിൽ ഒരംശം യഹൂദയുള്ള കുടുംബത്തലവന്മാർക്ക് ദാവീദ് കൊടുത്തയച്ച് തന്മൂലം അവരുടെ പ്രീതി സമ്പാദിക്കുകയും ചെയ്തു. ഇവിടെ സംഭവിച്ചതെന്താ? ദാവീദിനും ദാവീദിന്റെ കൂടെയുള്ളവർക്കും അവരുടെ ഭാര്യമാരെയും മക്കളെയും അവരുടെ സകല സമ്പത്തുകളും നഷ്ടപ്പെട്ട് സിക്ലാഗിനെ അവർ തീ വെച്ച് ചുട്ടുകളഞ്ഞ് അമാലേക്കരും വലിയ ശക്തികളായി അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ഹല്ലേലൂയ ദാവീദും കൂടെയുള്ളവരും ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ വിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദിന് ദൈവം വലിയ വിജയം കൊടുത്തു. തനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കിക്കൊണ്ടിരുവാൻ യഹോവയായ ദൈവത്തെ സംഭവിച്ചു. മാത്രമല്ല അമാലേക്കരെ കൊള്ളയിട്ട് അവരുടെ സകല സമ്പത്തും കൊണ്ടുവന്ന് യഹൂദയിലെ തലവന്മാർക്കൂടെ കൊടുക്കുവാൻ, കൈമാറ്റം ചെയ്യുവാൻ, പകർച്ച കൊടുക്കുവാൻ ദാവീദിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ക്രിസ്തു മുഖാന്തരം നിനക്ക് എന്തെല്ലാം നഷ്ടമായിട്ടുണ്ട്. സുവിശേഷത്തിന് വേണ്ടി നീ വേർതിരിക്കപ്പെട്ടുകൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി നീ മാറി നിന്നതുകൊണ്ട്, സുവിശേഷം യേശു ക്രിസ്തുവിനെ സത്യ ദൈവം അറിഞ്ഞ് നീ കർത്താവിന്റെ ഹൃദയം കൊടുത്തുകൊണ്ട് നീ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? കുടുംബത്തിനെ അടിച്ചിറക്കി നിന്റെ സമ്പത്തുകൾ മുഴുവൻ അപഹരിച്ചെടുത്ത് നിനക്കൊന്നും തരാതെ നിന്നെ ആട്ടി പായിച്ചതാണോ നിന്റെ ജീവിതമെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന് പ്രാർത്ഥിക്ക്. ആമേൻ. ദൈവം നിനക്ക് നഷ്ടപ്പെട്ടതും ദാവീദ് അമാലേക്കർ കൊള്ളയടിച്ചെന്ന് പറഞ്ഞ പോലെ നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തരാൻ ദൈവം വിശ്വസ്തൻ. രക്തവിജയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ബലിയെ ഒന്ന് സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകരുത്. യേശുക്രിസ്തു തന്റെ സുവിശേഷ പ്രഘോഷണത്തില് തന്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അത് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നിസ്സാര കാരണങ്ങൾക്ക് പോലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ഭയപ്പെട്ടു പോകുക, നിങ്ങൾ ഭീരുമായി മാറരുത്. നിങ്ങൾക്ക് സകലത്തെയും ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ലോകത്തെ ജയിപ്പാനുള്ള ആത്മശക്തിയാണ് ദൈവം നിനക്ക് പകർന്നിരിക്കുന്നത്. നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആഴമെത്ര എന്ന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവെത്ര എന്ന് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിലൊരു വ്യക്തിക്ക് കഴിയത്തില്ല. സാത്താൻ ഒട്ടുമേ കഴിയത്തില്ല. അതെ, നിനക്ക് സകലത്തെ ജയിക്കാനുള്ള ഒരു ആത്മശക്തി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ അല്ലെങ്കിൽ ആ പരീക്ഷ ഞാൻ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അതിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം ദാവീദ് തന്റെ വീരന്മാരോട് കൂടി അവരുടെ കുടുംബക്കാർ ഇരുന്നിരുന്ന സിക്ലാഗ് എന്ന പട്ടണത്തിൽ വന്നപ്പോൾ അത് അഗ്നിയാൽ ചുട്ടുകളഞ്ഞിരിക്കുന്നത് കണ്ടു. കാരണം അമാലേക്കർ ആ പട്ടണത്തിലെ സൈന്യങ്ങളോടുകൂടെ വന്ന് പട്ടണത്തെ കൊള്ളയടിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞിട്ട് അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോയി. ദാവീദിനെ കണ്ടപ്പോൾ ദാവീദ് ബലമില്ലാതാകുമ്പോൾ ഉറക്കെ കരഞ്ഞു. പിന്നീട് ദാവീദ് തന്റെ ദൈവമായ യഹോവയാൽ ധൈര്യപ്പെട്ട് അമാലേക്കരെ പിന്തുടരാൻ പുറപ്പെട്ടു. ഞാൻ മുമ്പ് ആവർത്തിച്ചു, വീണ്ടും
പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഭയമൊക്കെ ഒന്ന് മാറിയിട്ട് ഭീതിയൊക്കെ ഒന്ന് മാറി നമ്മളൊരു ഭീരുവിനെ പോലെ ആകാതെ ധൈര്യം പ്രാപിക്കണം. ഈ ഒരു പ്രതിസന്ധികളെ നേരിടുവാനുള്ള ധൈര്യം നമ്മൾ പ്രാപിക്കണം. അല്ലേ? ആ സമയത്ത് പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു മിസ്രൈമിനെ ദാവീദ് കണ്ടുമുട്ടുകയാണ്. ഇതൊക്കെ എങ്ങനെ നേടാം? ആ പരിശുദ്ധരിക്കിലേക്ക് എങ്ങനെ ചെല്ലും? അമാലേക്കരികിൽ എങ്ങനെ ചെല്ലും? എങ്ങനെ വഴി കാണും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ആമീൻ ദൈവത്താൽ ഒരു മിസ്രൈമിനെ ദാവീദ് കാണുക. അവനാൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ പാതി ജീവനോടെ കിടന്നിരുന്നു. അല്ലേ? അവനൊന്നും ചെയ്യാൻ കഴിയാതെ ആ മിസ്രൈം പാതി ജീവനോടെ കിടന്നിരുന്നു. അവൻ സിക്ലാഗ് പട്ടണത്തെ കൊള്ളയടിക്കുവാനായി വന്ന അമാലേക്കരിൽ ഒരുവന്റെ വേലക്കാരനായിരുന്നു. ഈ മിസ്രൈമിന് ആമേനരി അമാലേക്കിൽ നിന്ന് വന്ന ഒരുവന്റെ വേലക്കാരനാണ്. ഈ സിക്ലാഗിനെ കൊള്ളയടിക്കാൻ വന്നവനാ. പക്ഷെ അവൻ അതിനകത്ത് പരാജിതനായി അവൻ വഴിയിൽ വീണുപോയി. അല്ലേ? സോദർ, അവനൊരു മിസ്രൈംകാരനായിരുന്നു. അല്ലേലൂയ. അവന്റെ പേരെന്താണ്, അവന്റെ കുടുംബം ഇവിടെ എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. ഈ മിസ്രൈമിന് ആരാണ്, അവന്റെ പേരെന്താണ്, അവന്റെ കുടുംബം ആരാണ്, അവന്റെ മാതാപിതാക്കൾ ആരാണ് എന്നൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും അവൻ ദാവീദിന് പ്രയോജനമുള്ളവനായി മാറി. അല്ലേലൂയ. അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, ഈ അവനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഒരു വിവരവും ഇല്ലെങ്കിലും ആ സാഹചര്യത്തിൽ അവൻ മുഖാന്തരം ദാവീദിന്റെ കുടുംബത്തിന്, അവന്റെ യോദ്ധാക്കളുടെ കുടുംബങ്ങൾക്കും വലിയ ഒരു വിടുതലുണ്ടാകുക. ഈ മിസ്രൈമി മുഖാന്തരം ദാവീദിന്റെ കൂടെയുള്ള യോദ്ധാക്കൾക്കും അവരുടെ കുടുംബത്തിനും വലിയൊരു ആശ്വാസം. കാരണം അമാലേക്കരെ പിന്തുണയുള്ള വഴി ഇവൻ കാണിച്ചു കൊടുക്കും. അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേലൂയ, ആ മിസ്രൈമൻ ഞെരുക്കത്തിലിരുന്ന ദാവീദിന് ആശ്വാസം കൊടുത്തു. അല്ലേലൂയ. ദാവീദ് വളരെ കഷ്ടത്തിലാണ്. പക്ഷെ എങ്കിലും ഈ മിസ്രൈമിന് എന്ത് ചെയ്തു? ഈ മിസ്രൈമിന്റെ വാക്കുകൾ ദാവീദിനെ വീണ്ടും ബലപ്പെടുത്തി. അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ. ദാവീദ് പോകേണ്ടതായ വഴികളെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവം തന്നെയാണ് ആ മിസ്രൈമിനെ അവിടെ ആക്കിയിരുന്നത്. കണ്ടോ ദൈവത്തിന്റെ പദ്ധതി? കണ്ടോ? അല്ലേലൂയ. അമാലേക്യരുടെ കൂട്ടത്തിൽ വന്നവന്റെ വേലക്കാരൻ വഴിയിൽ ക്ഷീണിതനായി കിടന്ന് പാതി ജീവനോടുകൂടി ദാവീദും കൂടെയുള്ളവരും കൂടെ അമാലേക്യരെ പിന്തുടരാൻ ചെല്ലുമ്പോൾ വഴിയറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ദാവീദ് ചോദിച്ച ആ പരീക്ഷയെ പിന്തുടരാനുള്ള വഴി നീ കാണിച്ചു തരുമോ? അതെ, കാണിച്ചു തരാമെന്നുള്ള അവൻ ചില നിബന്ധനകൾ പറഞ്ഞു. അതാണ് നമ്മൾ വായിച്ചത്. ദാവീദ് അവനോട് ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചതിന് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറയുകയാണ്, നീ എന്നെ കൊല്ലുകയോ, ദാവീദിനോട് പറയും, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ അല്ലെങ്കിൽ എന്നോട് സത്യം ചെയ്താലും. ഇവനൊരു അല്പം ദൈവവിശ്വാസമുണ്ട് ഈ മിസ്രൈമിന്. അതുകൊണ്ടാണ് ദാവീദിനോട് നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യണമെന്ന്. അല്ലെങ്കിൽ സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കിലേക്ക് വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, വെല്ലുവിളിയുടെ കൺപിൽക്കൂടെ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ദാവീദിന് മുമ്പിൽ ഈ മിസ്രൈമിനെ ദൈവം എത്തിച്ചതുപോലെ നിനക്ക് മുമ്പിലും ദൈവം ചില പുതുവഴികൾ തുറന്നു തരും. ഇന്ന് പകൽ ജീവിതത്തിൽ തളർന്ന് തകർന്ന് തരിപ്പണമായി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആമൻ തലമുറത്താൻ കഴിയാതെ നീ പ്രതിസന്ധികളുടെ നടുവിലാണോ? ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ദാവീദിന് മുമ്പിൽ ഒരു മിസ്രൈമിനെ അയച്ചതുപോലെ ദൈവം നിനക്ക് വേണ്ടി ചില പ്രവൃത്തിയിലേക്ക് നിന്റെ സഹായത്തിനായി ദൈവം ദൂതന്മാരെ ഇറക്കാൻ പോവുകയാണ്. വ്യക്തം ചെയ്യും. പുതിയ നിയമത്തിൽ നമ്മുടെ സഹായത്തിനായിട്ട് ദൈവം ചില ദൂതന്മാരെ, ദൈവം ചില വഴികളെ തുറന്നു തരും. അതുകൊണ്ട് കലങ്ങി കണ്ണുമായി നീ നിരാശയുടെ ഒന്നിരിക്കാതെ നീ എഴുന്നേറ്റ് ധൈര്യപ്പെട്. യേശുക്രിസ്തു നീ ബലപ്രാപിക്കും. പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, കഷ്ടകാലത്ത് നമുക്ക് അഭയസ്ഥാനമായി കടന്നു വരുന്ന ദൈവമുണ്ട്. ആമേ. സങ്കീർത്തനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പീഡിതൻ ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. അതെ, ഹല്ലേലൂയ. പിന്നത്തെ ദാവീദിന്റെ അനുഭവത്തിൽ എഴുതിയ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. 9-ാം സങ്കീർത്തനത്തിൽ എഴുതിയ യഹോവ പീഡിതന് ആമേ സ്തോത്രം അഭയസ്ഥാനമാണ്.
അല്ലേ? യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്തിൽ അഭയസ്ഥാനം തന്നെ. അത് എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. 2 ഭാര്യമാരുടെ മക്കളും പുത്രിപുത്രന്മാരും കൂടെയുള്ള സൈന്യത്തിന്റെ പുത്രിപുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ട അവിടെ സമ്പത്തുകളെല്ലാം സിക്ലാഗിനെ വന്ന് അമാലേക്കർ കൊള്ളയടിച്ചു കൊണ്ടുപോയ പട്ടണം തന്നെ തീ വെച്ച് ചുട്ടുകളഞ്ഞപ്പോൾ നിരാശനായി മാറിയ ദാവീദ്, സങ്കടപ്പെട്ട ദാവീദ്, ആ ദാവീദിനോട് ദൈവം പറയുക, യഹോവ പീഡിതനൊരു അഭയസ്ഥാനമാണ്. അതേ സ്നേഹിത, നിനക്കൊരു അഭയസ്ഥാനമാണ് ദൈവം. നീ ഏതെങ്കിലും സാഹചര്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് വേദനിക്കപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശയുടെ നടുവിലാണോ? നീ ഏതെങ്കിലും മാരക രോഗത്തിന് നീ അടിമയാണോ? ഉയരുവാൻ കഴിയാതെ നരിയാണി ഉറപ്പിച്ച് നിവർന്നു നിൽക്കാൻ കഴിയാതെ നീ കഷ്ടത്തിലാണോ? എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ദൂത്, യഹോവ പീഡിതരുടെ അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. അത് നിനക്ക് ദൈവം ഒരു അഭയസ്ഥാനമാണ്. നിന്റെ കഷ്ടകാലത്ത് ദൈവം ഒരു അഭയസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ, ആവശ്യക്കാരായ ജനം സഹായം ആവശ്യമുള്ള സമയം ദൈവസന്നിധിയിരുന്നാൽ ദൈവ സമ്പൂർണമായ വിജയം ദൈവം നമുക്ക് തരും. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഒരു ഉദാഹരണം, നിന്റെ ഭർത്താവ് വലിയൊരു മദ്യപാനിയാണ്, എൻ്റെ ഒരു നിന്റെ മക്കൾ വലിയ മദ്യപാനിയാണ്, മയക്കുമരുന്ന് അടിമയാണ്, നിന്റെ ഭർത്താവ് അധാർമികമായ ജീവിതം, നിന്റെ ഭാര്യ അധാർമികമായ ജീവിതം, നിന്റെ കുടുംബം തകർന്ന്, ജോലി നഷ്ടപ്പെട്ട്, കുടുംബത്തെ ഒറ്റപ്പെട്ട്, നിരാശ, കുടുംബ ജീവിതം തകർന്നൊക്കെ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ആവശ്യ സമയത്ത് നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, സമ്പൂർണമായൊരു വിജയം തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. ദാവീദിന് വിജയം കൊടുത്തൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിനക്കും ഒരു വിജയം തരും. ഈ ദൈവം വിശ്വസ്തനാണെന്ന്, ഹല്ലേലൂയ, വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ സംഭവമൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വളരെ വേദനാജനകമായ കഷ്ടതയുടെ നടുവിലൂടെ തീച്ചൂളയിൽ എന്ന പോലെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആമേൻ. ജീവിതത്തിൽ വളരെ എന്ത് ചെയ്യുമെന്നോർത്ത് നിരാശപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, ദാവീദിന് നഷ്ടപ്പെട്ടു പോയ സിക്ലാഗ്, അവിടെ തന്റെ ആടുമാട് കന്നുകാലി, തന്റെ സമ്പത്ത് മുഴുവൻ, തന്റെ പുത്രന്മാർ, ഭാര്യമാർ എല്ലാം നഷ്ടപ്പെട്ട പട്ടണത്തിൽ പോലും തീ വെച്ച് ചുട്ടുകളഞ്ഞ അമാലേക്കൻ ശക്തി പ്രാപിച്ച് നിൽക്കുമ്പോൾ ദാവീദിനെ അങ്ങോട്ട് അയച്ച് തനിക്ക് നഷ്ടപ്പെട്ടത് കൂടാതെ അമാലേക്കരെ കൂടെ കൊള്ളയടിച്ചു കൊണ്ടുവരും ദാവീദിന് ബലം കൊടുത്ത ദൈവമേ, ഞാൻ കടന്നു പോകുന്ന തീച്ചുകളുടെ നടുവിൽ എന്നെ രക്ഷിപ്പാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലേ? അതൊരു വലിയൊരു ആശ്വാസമാകട്ടെ, മനസ്സിനൊരു കുളിർമ, മനസ്സ് സന്തോഷം. നമ്മെ രക്ഷിക്കാൻ യേശുണ്ട്. പുതിയ നിയമവിശ്വാസികൾ പറയട്ടെ, നിന്നെ രക്ഷിപ്പാൻ യേശുകൊണ്ട് നിന്റെ സങ്കടങ്ങൾ അറിയുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ലോകത്തിന് കഴിയില്ലെന്ന്, നിനക്ക് നഷ്ടമായതിനെ തിരിച്ചു തരുവാൻ യേശുവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, പഠനകാലി അല്ലെങ്കിൽ കോളേജിൽ വെച്ച് കൂട്ടുകാര് വിശ്വാസികളുണ്ടായിരുന്നു, അവരോടൊപ്പം കൂട്ടുകൂടിയത് കൊണ്ട്, അവരോടൊപ്പം നടന്നുകൊണ്ട് അവർ വിശ്വസിക്കുന്ന യേശുവിനെ കുറിച്ച് കേട്ട് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ യേശുവിൻ്റെ ഹൃദയം കൊടുത്തു, കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ചു. അതെൻ്റെ വീട്ടിൽ അറിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പടിയടച്ച് വിണ്ടം വെച്ച് പാസ, ഇനി എന്ത് ചെയ്യും? എനിക്കുള്ള നന്മകളും തന്നിട്ടില്ല. അവരെന്നെ ഇറക്കി വിട്ടു. ഞാൻ വെറും കൈയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, ഉടുതുടി മാത്രം ഉടുത്തുകൊണ്ട്. എന്ത് ചെയ്യും പാസ? ഞാൻ പറഞ്ഞു, ധൈര്യമായിരിക്കെ, നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കിത്തരാൻ യേശു വിശ്വസ്തനാണ്. നിനക്ക് നഷ്ടമായതിന് എല്ലാം മടക്കിത്തരാൻ യേശു വിശ്വസ്തനാണെന്ന് ഞാൻ പലരെയും പറഞ്ഞ് ബലപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പടിയിറക്കി പിണ്ണം വെച്ച് എന്നെ ഇറക്കി വിട്ടെങ്കിൽ അവരെന്നെ തിരിച്ചു വിളിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നത് മുഖാന്തരം എൻ്റെ കുടുംബം മുഴുവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. ഞങ്ങളിന്ന് സന്തോഷമാണ്. ദൈവത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും കേട്ടോ. രക്തം ചേർത്ത് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ പ്രശ്നത്തെ പരിഹാരം യേശു. നിന്റെ പ്രശ്ന പരിഹാരം ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, നിന്റെ പ്രശ്ന പരിഹാരം ഇവിടുത്തെ മത നേതാക്കന്മാരല്ല, നിന്റെ പ്രശ്ന പരിഹാരം ഇവിടുത്തെ സംഘടനകളല്ല, നിന്റെ പ്രശ്ന പരിഹാരം ഇവിടുത്തെ ഭരണാധികാരികളോ ഇവിടുത്തെ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്നവരോ അല്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നിന്റെ പ്രശ്നത്തെ പരിഹാരം യേശു കർത്താവാ. നിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം യേശു കർത്താവാ. നീ പീഡിതനാണോ? നിനക്ക് ദൈവം ഒരു അഭയസ്ഥാനമായി, കഷ്ടകാലത്തിന് ഒരു അഭയസ്ഥാനമായി യേശു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നു. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതെ, ദൈവം നിനക്ക് അനുകൂലമാകട്ടോ. പിന്നെ നമുക്കാരും പ്രതികൂലം?
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന് പറഞ്ഞ അപ്പം കഷ്ടകാലത്ത്, അതുകൊണ്ടാണ് ഈ 46 സംഗീതത്തിലൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാവുന്നു. അതെ ദാവീദേ, ദൈവം നിന്റെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായി നിന്നോട് കൂടിയിരിക്കുന്നത് കൊണ്ട് നീ അമാലേക്കിനെ പിന്തുടരുക. ആ പരീക്ഷകളെ ജയിച്ച് നിനക്ക് നഷ്ടപ്പെട്ട നിന്നെ മടങ്ങിക്കൊണ്ടുവരുവാൻ ദൈവം ഒരു സങ്കേതമായി നിന്നോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതേ ദാവീദിനൊരു സങ്കേതമായി കൂടെ ഇരുന്ന് ദൈവം നിന്നോട് കൂടെ, നിനക്കൊരു സങ്കേതമായി ദൈവം നിന്നോട് കൂടെയുണ്ട്. ശാരീരികമായി വിവിധ ക്ഷീണത്തെ രോഗത്താൽ മരുന്നുകൾ കഴിച്ചിട്ട് അതിന് മറുപടിയില്ലാതെ, മരുന്നുകൾ ഫലിക്കാതെ, അനവധി ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാത്ത ഏതെങ്കിലും രോഗാവസ്ഥയിൽ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിനക്കൊരു വിടി നൽകാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. 12 വർഷമായി അവൾ രക്തസ്രാവത്താൽ മുന്നോട്ട് കടന്നു പോവുകയാണ്. ജനത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ളവർ സമൂഹത്തിൽ അറക്കപ്പെട്ടവരാണ്. അവരെ സമൂഹം ഒറ്റപ്പെടുത്തും, അവരുടെ സമൂഹത്തിൽ വരാൻ കഴിയില്ല. അങ്ങനെ കഷ്ടതയുടെ കടന്നുപോയ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, അവൾക്കുണ്ടായിരുന്ന മുതലുകൾ മുഴുവൻ വിറ്റവർ ഏറിയും ചികിത്സ ഒട്ടും ഭേദം വരാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെ കുറിച്ച് അവൾ കേട്ടത്. അവളുടെ ഹൃദയത്തിലൊരു തീരുമാനം, അവന്റെ വസ്ത്രത്തിന്റെ തോങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അതെ, വലിയ ആൾക്കൂട്ടത്തിനകത്ത് പുറത്തു വരുവാൻ കഴിയില്ലെങ്കിലും അവൾ എല്ലാവരെയും നിന്ദിക്കപ്പെട്ടാണ്, ഭയപ്പെട്ടാണെങ്കിലും അവൾ യേശുവിന്റെ അരികിൽ വന്നൊരു വസ്ത്രത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ, അവന്റെ വസ്ത്ര തോങ്ങൽ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ഒരു ശക്തി അവളിലേക്ക് വ്യാപരിച്ചു. അവളുടെ ബാധ മാറി. യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ഇത്രയും ജനം നിന്നെ തിക്കി തിരക്ക് മാറി നിന്നെ തൊട്ടു. അല്ല, യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു, എന്നിൽ ശക്തി പുറപ്പെട്ടു. അവൻ തിരിഞ്ഞു നോക്കി അവൾ ഭയത്തോടുകൂടി പറഞ്ഞു, ഗുരു, നിന്നെ തൊട്ടത് ഞാനാ. അവളെ അവസ്ഥ പറഞ്ഞു, അവൾ സൗഖ്യം മാറി, അവിടെ ബാധ മാറി. അതെ, ആമി വിട്ടുമാറാത്ത ചില രോഗങ്ങൾക്ക് നീ അധീനമാണോ? ആമി മാറാ രോഗമായിട്ട് നീ ഭാരപ്പെടുകയാണോ? ആനുഭവത്തിൽ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ രോഗത്തിന് അടിമയായി കടന്നു പോകുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, ദൈവം നിനക്കൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് സങ്കേതവും കഷ്ടങ്ങളുടെ ഏറ്റവും അടുത്ത തുണയായി അവൻ നിന്നോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്, അതെ, നിന്റെ രോഗം നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് പകരം ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ കർത്താവി, ദാവീദിന് കൊടുത്ത വിജയമുണ്ട്, രക്തസ്രാവക്കാരി കൊടുത്ത സൗഖ്യമുണ്ട്. ഇന്ന് പകരം എന്റെ ജീവിതത്തിന്റെ പരാജയത്തെ മാറ്റിയിട്ട് എനിക്കൊരു വിജയം തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്റെ കൺമുമ്പിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. ദാവീദിന് മുമ്പിൽ ദൈവം ഒരു മിസ്രയീമിനെ എത്തിച്ച് ആ പരീക്ഷയെ പിന്തുടരുവാൻ, വഴി കാണിക്കുവാൻ അവൻ സഹായമായതുപോലെ ദൈവം നിന്റെ അരികിലേക്ക് ദൈവിക ദൂതന്മാരെ ഇറക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിലേക്ക് ദൈവിക ദൂതന്മാരെ ഇറക്കാൻ പോകുക. നിന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. അതെ, വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, അതെ, നീ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? തലയായി പണ്ടല്ലാതെ ഭാരപ്പെടുകയാണോ? വാടകയ്ക്ക് മാറി മാറി പല വീടുകൾ താമസിച്ചില്ലേ? അതെ, നിനക്ക് ഒരാശ്വാസമില്ലാതെ, ഹല്ലേലൂയ, നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞങ്ങളിപ്പം താമസിക്കുന്ന 56-ാമത്തെ വീടാന്ന് പറഞ്ഞു. എനിക്കത് കേട്ടും ഭയങ്കര അതിശയം. ഞാൻ കളവ് പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഞാൻ വേണേൽ സഹോദരൻ നമ്പരൊക്കെ തരാം. ആ സഹോദരി, എന്റെ പാസ്റ്റർ, ഞങ്ങൾ 56-ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഏത് വീടെടുത്താലും 2 ആഴ്ച പോലും താമസിക്കാൻ പറ്റത്തില്ല. 2 ആഴ്ച കൂടുന്ന ആ വീട്ടുകാർ പറയും മാറിക്കോളാം. ഞാൻ ചോദിച്ച എന്താണ് കാരണം? ആ സഹോദരി പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ മുടിഞ്ഞ മദ്യപാനം, എന്റെ ഭർത്താവിന്റെ മുടിഞ്ഞ മദ്യപാനം, മുടിഞ്ഞ ലഹരി ഉപയോഗം, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും കിടക്കാൻ വയ്യാത്ത അസഭ്യമായ വാക്കുകൾ, ചീത്ത വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ വീട്ടുകാർ പറയും, നിങ്ങൾ മാറിക്കോ. അങ്ങനെ കെട്ടിപ്പേറുക്കി ഞാൻ മടുത്ത പാസേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാം. അതെ, അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്നത്, നീ ദൈവത്തിൽ വിശ്വസിക്ക്, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ, രക്തം ചെയ്യണം, പ്രൈസോ, ദൈവം നമുക്ക് അനുകൂലമാകട്ടോ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, ആരാരും അറിയപ്പെടാതിരുന്ന ആ മിസ്രയീമ്യൻ, ഹല്ലേലൂയ, അന്യജാതിക്കാരൻ, വിഗ്രഹത്തെ ആരാധിച്ചിരുന്നവൻ, മിസ്രയീമിലെ മൃഗങ്ങളെയും പക്ഷികളെയും വിഴയുന്ന ജീവികളെയും നമസ്കരിച്ചു വന്നിരുന്ന ആ മിസ്രയീമ്യൻ,
അവൻ ദൈവത്തെക്കുറിച്ചുള്ള സ്വാമി അല്പം വെളിച്ചം അവനുണ്ടായിരുന്നു. മിസ്രൈമിലെ വിഗ്രഹത്തിൽ പക്ഷിമൃഗജാ നിരജാതികളൊക്കെ ദൈവങ്ങളായിട്ട് വെച്ച് പൂജിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഈ മിസ്രൈമിന് ഹല്ലേലൂയ അല്പം ദൈവ വെളിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യാൻ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്ന മിസ്രൈമിൻ. അപ്പൊ ആരാരും അറിയപ്പെടാതിരുന്ന മിസ്രൈമിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വഴിത്തിരിവ്, ആ മിസ്രൈമിൽ കൂടെ ദാവീദിന് വഴിത്തിരിവ് കൊടുത്തെങ്കിൽ, ദാവീദിന് ജയം കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, എന്നെ കേൾക്കുന്ന സഹോദര, നീ ആരാരും അറിയപ്പെടാത്ത വ്യക്തിയാണെങ്കിലും, ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും, ആരും നിന്നെ കേട്ടില്ലെങ്കിലും, യേശുവിനെ കുറിച്ച് അല്പം വെളിച്ചം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സ്ഥിതിഗതികളെ മാറ്റിത്തരാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഇന്ന് പകൽ ഈ വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന് ആത്മാവ് പറയുന്ന ദൂത്, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുക, നിന്റെ കഷ്ടതയെ മാറ്റാൻ പോവുക, നിന്റെ സങ്കടത്തെ മാറ്റാൻ പോവുക, നിന്റെ നിരാശകൾ മാറാൻ പോവുകയാണ്, നിന്റെ സാമ്പത്തികം ഞെരുക്കത്തെ ദൈവം മാറ്റാൻ പോവുക, നിന്റെ കടക്കെണിക്കൊരു മാറ്റം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, മണരാഴത്തിൽ വേദന അനുഭവിക്കുന്ന, നാട്ടിലേക്ക് കടന്നു കഴിയാതെ, സാലറി കിട്ടാതെ പീഡയിലൂടെ കടന്നു പോകുന്ന, വിസ നഷ്ടപ്പെട്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട്, വിദേശത്തെ ജയിലുകൾ അകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളോട്, മക്കൾ ചില കേസുകൾ സോഷ്യൽ സെർച്ചിന്റെ കയ്യിൽ അകപ്പെട്ട് ജീവിതം നിരാശപ്പെട്ടിരിക്കുന്ന സഹോദര, ഇന്ന് പോലെ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യാൻ പോയ എന്നെ കേൾക്കുന്ന സഹോദരി, നീ വീട്ടു തടങ്കലിലായിട്ട് എത്രയോ കാലങ്ങളായി ദൈവം നിന്നെ ആ വീട്ടു തടങ്കൽ വിടുവിക്കാൻ പോവുകയാണ്. വീണ്ടും നിനക്ക് നിന്റെ കുടുംബത്തിന്, നിനക്ക് നിന്റെ ഭർത്താവിനും മക്കൾക്കൂടെ ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ ആനുമോദനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ചിലരെ എനിക്കറിയാം. അവരോട് ദൈവാത്മാവ് സംസാരിക്കാൻ എനിക്ക് തന്നിരിക്കുന്ന ദൂത, അതെ, ദൈവം നിന്നോട് ഇടപെടുകയാണ്. ദൈവം നിന്നോട് ഇടപെടുകയാണ്. നിന്നെ വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരാരും അറിയാതിരുന്ന ഈ മിസ്രയീമിന്റെ ഉള്ളിൽ അല്പം ദൈവ വെളിച്ചമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാവീദേ, നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ എന്നോട് ദയവ് ചെയ്ത് നീ എന്നെ കൊന്നു കളയുകയില്ല, എന്റെ യജമാനന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ടുപോയി. നോക്കുവിൻ, അവൻ ഒരു മിസ്രയീമൻ, ദൈവത്തെ ഭയപ്പെടുന്നവനായ അവൻ ദാവീദ് ആണയിട്ട് പറയുന്നത് തീർച്ചയായും ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചു. അവന്റെ ദൈവനാമത്തിൽ അവൻ ദാവീദിനോട് പറഞ്ഞു. അവൻ ദൈവം വിളിച്ച് ഉള്ളതായതുകൊണ്ട് ദാവീദിനോട് പറഞ്ഞ കാര്യം അത് തീർച്ചയായും ദാവീദ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ദാവീദിനെ കൊന്നു കളയത്തില്ല, അവന്റെ യജമാനന്റെ കയ്യിലേൽപ്പിക്കത്തില്ല. അവൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്രകാരം അവൻ കാണിച്ചു കൊടുത്ത സ്ഥലത്തെ ദാവീദ് നോക്കിക്കണ്ടു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ദാവീദിന് മുന്നായി വഴി നടന്ന് അവനെ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ദാവീദ് അമാലികരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ദാവീദിന് നഷ്ടപ്പെട്ട സകലത്തെ വീണ്ടെടുത്തു. കാരണം ഈ മിസ്രയീമെ വഴി കാണിച്ചു കൊടുത്തതാണ്. അവനെ ആരും അറിയില്ലെങ്കിലും അവൻ സമയത്ത് ദാവീദിന് മുമ്പിലെത്തി ദൈവം കൂടെ കൊടുത്തതാണ്. ദാവീദിന് വഴി കാണിച്ചു കൊടുത്ത അവൻ ദാവീദ് ചെയ്യുന്നത് ചെയ്തു, അമാലികരോട് യുദ്ധം ചെയ്തു. വലിയ വിജയം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് എന്നെ കേൾക്കുന്ന പരിയില്ല. ദാവീദ് ഞെരുക്കത്തിനായിരുന്നപ്പോൾ അവന് വഴികാട്ടിയായി കടന്നു വന്ന മിസ്രയീമിനെ നിയമിച്ച ദൈവം നിന്റെ ഞെരുക്കങ്ങളിൽ നിങ്ങൾക്കും ഒരു വാതിൽ കാണിച്ചു തരും. അപ്പൊ ദാവീദ് ഞെരുക്കത്തിലിരുന്നപ്പോൾ ദാവീദിന് വഴി കാണിച്ചു കൊടുത്ത് ഈ മിസ്രയീമിനുണ്ടല്ലോ, നിന്റെ ഞെരുക്കത്തിൽ നിനക്കൊരു വഴി കാണിച്ചു തരുവാൻ, നിനക്കൊരാശ്രയമായി തരുവാൻ, നിനക്കൊരാശ്വാസമായി തരുവാൻ ദൈവം നല്ല ദൂതനെ അയക്കുമെന്നാണ്. രക്തം ചെയ്യും. പ്രവേശനോ അത് ദൈവദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമായി. നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയായി സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് സക്കറിയാവിനോട് എലിസബത്തിനോട് ദൈവം ഇടപെട്ടതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. നമുക്ക് ദൈവവിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഞെരുക്കത്തിൽ ദൈവം നിനക്ക് പുതിയ ബലം തരാൻ പോവുക. അപ്പൊ നിങ്ങൾക്കും അനുകൂലമായ ആളുകളെ ദൈവം തരാതിരിക്കുമോ? അപ്പൊ ദാവീദിന് അനുകൂലമായി ഈ മിസ്രയീമിനെ ദൈവം കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾക്ക് അനുകൂലമായി ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ ഇല്ലായ്മ നടുവിൽ, നിന്റെ ദാരിദ്ര്യം നടുവിൽ, ഹല്ലേലൂയ, നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം ചില സഹായവുമായി ദൈവം ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യണം.
കഴിഞ്ഞ നാളുകളിൽ ചില ഒരു സഹോദരിയോട് പറഞ്ഞ്, എൻ്റെ പാസേ, മകൾ നഴ്സിംഗ് പഠിക്കുകയാണ്, ഈ വർഷത്തെ ഫീസ് അടച്ചില്ല, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് പരീക്ഷ എഴുതിക്കത്തില്ല, എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കാം. അതെ, ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സഹോദരി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൻ ചില ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തു? ദൈവം ആ സഹോദരിക്ക് വേണ്ടി ചില കരങ്ങളെ തുറന്നു, ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. ആ കുട്ടിയുടെ ഫീസ് അടച്ചു. ആ കുട്ടിയുടെ ഫീസ് അടച്ച കുട്ടി വീണ്ടും പഠിക്കാൻ തുടങ്ങി. ആ സഹോദരിയോട് ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചു തുടങ്ങി. ദൈവം അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടി ഇടപെടുന്നത്. ദൈവം അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടി സഹായിക്കുന്നത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങി എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ സദസ്യവാക്ക് 25 പരിധി വാങ്ങിക്കുന്നത്. അല്ലെ, നമ്മൾ തക്ക സമയത്ത് ദൈവത്തെ പ്രാർത്ഥിക്കുക, മുഴങ്കാലും മടക്കിയ ദൈവസനി ഇരുന്നാല് ദൈവസനി ഇരുന്നതിനും പ്രാർത്ഥിച്ചതിനും ഒരിക്കലും മറുപടി കിട്ടാതെ വരില്ല. നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചൊരു ദൈവമുണ്ട്. ദാവീദേ, നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചൊരു ദൈവമുണ്ട്. അമാലികർക്ക് നേരെ ചെല്ല്, ആ പരീക്ഷകൾക്ക് നേരെ ചെല്ല്, നീ അവരെ ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പ്രാർത്ഥിക്ക്, നീ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് നീ മുന്നോട്ട് പോ. ദൈവം നിന്നെ ഉയർത്തുമെന്ന്, ദൈവം നിന്നെ ഉയർത്തും. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ ലാസ്റ്റ് വാക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ മാനിക്കും. ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ ജീവിതത്തിന്റെ സകല കഷ്ടതകളും, നിന്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികൾക്കും ആശ്വാസമായി ദൈവം ചിലരെ നിനക്ക് വേണ്ടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നശിച്ചു പോകുന്ന സോദോം ഗോമോരയിൽ നിന്ന് നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ കഷ്ടം നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ദാനിയേലിന്റെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ടെങ്കിലും ദാനിയേലിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു സിംഹത്തിന്റെ വായടച്ചെങ്കിൽ, ശത്രുക്ക് മേശക്ക് അഭിനോകനെ എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളഞ്ഞെങ്കിലും ഇറങ്ങി വന്നൊരു ദൈവമുണ്ടതേ, നിന്റെ വിഷയത്തിലായി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയക്കും. പരീക്ഷകൾക്ക് മേൽ പരീക്ഷ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ മേൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, കർത്തവ കടന്നു വരുമ്പോൾ നീ നെടുമ്പാട് വീണ് ദൈവത്തിന് നിലവിളിക്ക്. ശ്രോതാവേ, സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അത് നിനക്ക് വേണ്ടി മാത്രം ദൈവം അത്ഭുതം ചെയ്യും. നിനക്ക് വേണ്ടി മാത്രം, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം അത്ഭുതം. സിംഹത്തിന് വായടച്ച ദൈവം നിന്റെ ശത്രുവിന്റെ വായടയ്ക്കാൻ ശക്തനാ. തീയുടെ ബലം കെടുത്തിയ ദൈവം നിന്റെ കഷ്ടത്തിനെ വിടിവിക്കുവാൻ ശക്തനാ. അത് നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ പോകുക. അത് പരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലിയ സ്തോത്രം, നീ ഭാരപ്പെട്ടു പോകരുത്. പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ, നിന്നെ ജനം ഒറ്റപ്പെടുത്തുമ്പോൾ, വീട്ടുകാർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, സ്വന്തം സഹചാരികൾ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ വിടക്കെന്ന് തള്ളുമ്പോൾ നീ ഭാരപ്പെട്ടു പോകണ്ട. ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയച്ച് നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും. ദൈവം നമ്മുടെ സാങ്കേതികവും വരവും കഷ്ടങ്ങൾ ഏറ്റെടുത്ത് തുണയും. രക്തം ചെയ്യാൻ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ചു വന്ന വചനം എന്താണ്? ഹല്ലേലൂയ. ദാവീദ് അവനോട് പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചതിന് അവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യില്ലെന്ന ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷ അടുക്കിലേക്ക് വഴി കാണിച്ചു തരാം. അതായത് ദാവീദിന്റെ കഷ്ടമുമ്പിൽ ഒരു മിസ്രൈമിനെ ദൈവം അയച്ചു. അവനെ ആരും അറിയില്ല, അവന്റെ പേരറിയില്ല, അവന്റെ വീടറിയില്ല, നാടറിയില്ല, അവന്റെ അപ്പനെ അമ്മയെ അറിയില്ല. അവനൊരു മിസ്രൈമിനാന്നേ അറിയത്തുള്ളൂ. പക്ഷെ അവൻ ദൈവത്തെ അറിയാമായിരുന്നു. അവൻ ദാവീദിനെ വഴികാട്ടിയതുപോലെ ഇന്ന് പലരെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കഷ്ടതയിൽ ദൈവം നിനക്ക് വഴികാട്ടിയായി മാറുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഏതാണ്, സങ്കടം ഏതാണ്, ഏത് പ്രതിസന്ധിയാണ്, അത് ചേർന്ന് പറയാമോ? കർത്താവേ, ഞാൻ കടന്നു പോകുന്ന, എൻ്റെ കുടുംബം കടന്നു പോകുന്ന, ജീവിതം കടന്നു പോകുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, എനിക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ എല്ലാം നഷ്ടപ്പെട്ടൊന്നും ഇല്ലാത്തവനായി, നിരാശനായി കടക്കണിയാൻ ഭാരത്താണപ്പാ ഞാൻ. എന്നെ സഹായിപ്പാൻ അവിടുത്തെ ദൂതനെ അയക്കണമേ. എനിക്ക് വേണ്ടി ചില പുതുവഴി തുറക്കണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.
ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ആലോചന പ്രാർത്ഥിച്ച് ഞാൻ കർത്താവ് അങ്ങയിൽ ആശ്രയിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഞ്ചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജീവിതത്തിൽ നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസം, ദുഷികൾ, വെല്ലുവിളികൾ, നഷ്ടങ്ങൾ, കടക്കണികൾ, ചെത്തുകൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ദേശത്ത് വിദേശം കഷ്ടം സഹിക്കുന്ന വിവിധമായ മാരകമായ രോഗത്താൽ കടന്നു പോകുന്ന ചില വ്യക്തികളെ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ ദൈവം അവർക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്ത് പരാജയത്തെ മാറ്റി വിജയം കൊടുത്ത് നഷ്ടങ്ങളെ ലാഭമാക്കി കൊടുക്കാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേരളത്തിലെ 3 കൂടി ജനം തലമുറപ്പെടാത്ത അന്യവസാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 143 കോടിയിലധികം ജനത്തിനായി ലോകരാജ്യം 800 കോടി ജനങ്ങൾ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, ഏതാനും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജകുമാരന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, നേതൃഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും അധികാരികളെയും സ്തോത്രം. കരസേന, വ്യോമസേന, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി ക്രമസമാധാന പാലകരെ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുകകൾ, രഹസ്യാംശ വിഭാഗങ്ങളെ, പോലീസിൽ, സെക്ഷൽ എക്സൈസ്, സ്പോർട്സ്, ഫയർ സർവീസ്, അതുപോലെ തന്നെ സ്തോത്രം ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകലമേല, പുതുമേല, ആരോഗ്യമേല, സാമ്പത്തിക, വിദ്യാഭ്യാസം, ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരിലെ രാജ്യരാഷ്ട്ര തലന്മാരെയും കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് പാടത്തും പറമ്പിലും കൂടിയിലും കല്ലിലൂടും മണിയോടും കർത്താവ് തടിയോടും മല്ലടിച്ച് ഓരോ വിയർപ്പ കഷ്ട സഹിക്കുന്ന മദ്യപാനത്തിനടിമയായ, ലഹരിക്കടിമയായി, കുടുംബവും തകർന്ന് ചിഹ്നമായി മാറിയ തലമുറ നഷ്ടപ്പെട്ടു അനേക കുടുംബങ്ങൾക്കായി ഇന്നുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യത്തെ ആഴക്കണ്ണിൽ കടന്നുപോയി കർത്താവായി വേദനപ്പെടുന്നവർ, അല്ലെങ്കിൽ കർത്താവ് കരയിലും കടലും ആകാശമാർഗം വാനോടി വാങ്ങി സെയിൽസ് ചെയ്യുന്നവർ, കൺഷനക, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ട്രാൻസ്പോർട്ട് സർവീസിനെയും, അല്ലെങ്കിൽ കർത്താവ് വലിച്ചരും എല്ലാ വ്യാപാരി വ്യവസായികളെയും, വഴിയുടെ കച്ചവടം, കനിയിൽ, കമ്പനിയിൽ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ദൈവങ്ങളിലേക്ക് എല്ലാ സമാവേശമായിട്ട് തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദം, ദൈവമില്ല എന്നുള്ള മൂടന്മാർ, നിരീശ്വരവാദികൾ, യുദ്ധവാദികൾ, വിവിധ മാരകമായ രോഗങ്ങൾ, അതിന് വാർത്തക മാറാ രോഗത്താൽ ക്യാൻസർ അടക്കം ഭാരപ്പെടുന്ന സർജറിക്ക് വിധപ്പെട്ട സർജറി കഴിയടക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കങ്ങളെ, കടങ്ങൾ അനുഭവിക്കുന്ന, ജപ്തി നേടുന്നവർ, ബിസിനസ്സിൽ തകർന്നവർ, ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് കഷ്ടം സഹിക്കുന്നവരെ, ജയിലിക്കിടക്കുന്നവരെ എല്ലാം പ്രാദേശിക കൗമാരി യുവനത്തിലെ വാർത്തരും വൃത്തരും, അശമയാചോർണച്ചോളും തടവറയിലായിരിക്കുന്ന ജനത്തിനായി വിവാഹപ്പെടുന്ന സൗരന്മാർ, കുടുംബവും തകർന്നവർ, ഡിവോഴ്സിന്റെ കേസിൽ കുടുങ്ങിക്കിടക്കുന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കാലുകളായി നരിയാണി ഉറപ്പിച്ച് എഴുന്നേൽപ്പം കഴിയാതെ കിടക്കയിലായിരിക്കുന്ന വാർത്തക സൈന്യമായി ഭാരപ്പെടുന്നവർ, ലഹരി മുഖാതെ തകർന്ന തലമുറ, LKG, UKG, പ്രൈമറി, UP, കോളേജ് വിഭാഗങ്ങളിൽ തലമുറയെ നശിപ്പിക്കുന്ന മദ്യരൂപികളെ, മയക്കുമരുന്ന് രൂപികളെ ദൈവ സന്ദർശിപ്പാൻ ഞങ്ങളുടെ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. കർത്താവ് തകർന്ന് കിടക്കുന്ന ഏത് സാഹചര്യമാണോ അതിൽ നിന്ന് ഒരു വിജയം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ തലമുറ കൊടുക്കുവാൻ കർത്താവിന്റെ കാര്യം ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന വലിയവരെയും ചെറിയ ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമേ, മുഖപക്ഷം കാണിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം, കാൽവറിയും മാനകുലത്തിന് മുഴുവൻ പാപത്തിനു വേണ്ടി സകല ജനത്തിനും പാപത്തിന് പരിഹാരമായി ഞങ്ങൾക്ക് വേണ്ടി വലിച്ചടക്കപ്പെട്ട് ഉയർത്തിന്നിട്ട് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്ന ദൈവമേ, ജനത്തിന്റെ കഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് പകൽ ആരെല്ലാം സങ്കടപ്പെടുന്നു, വേദനിക്കപ്പെടുന്നു, ഇന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം, ദാവീദിന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നുവോ, തന്റെ നഷ്ടപ്പെട്ട നന്മകളെ തിരിച്ചു മടക്കി കൊള്ളയടിച്ച് വലിയൊരു മോദൽ തനിക്ക് ലഭ്യമായതുപോലെ ഇതുപോലെ കർത്താവിന്റെ ജനത്തെ ദൈവം വിടിവിക്കണമേ. അവർ കടന്നു പോകുന്ന ഏത് പ്രതിസ്ഥിതി, ഏത് കഷ്ടതയായാലും തന്നെ വിടിവിക്കും. കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതത്തിൽ അസമാധാനങ്ങൾ എല്ലാം മാറിപ്പോട്ട് കടക്കനി ഭവനമില്ലാതെ മാറിപ്പെടുന്നവർ, കർത്താവിയുടെ ഭൂമിയില്ലാതെ അനുഭവത്തിൽ വിവിധ വിഷയങ്ങൾ കടന്നു പോകുന്ന സകല ജനത്തിന് വിടൽ ആശ്വാസത്തിൽ കൊടുക്കണം, സകല മുഖത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.